ബഹുമാന്യരായ നൊച്ചാട് ഗ്രാമത്തിലെ നമ്മുടെ ഗ്രാമം വാട്സപ്പ് കൂട്ടായ്മയിലൂടെ വായന സ്നേഹികളായ അംഗങ്ങളെ, നിങ്ങൾക്കേവർക്കും ഈ ജൂൺ 19 വായനാ ദിനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏവർക്കും സ്നേഹാക്ഷര അഭിവാദ്യങ്ങൾ നേരുന്നു. നമസ്കാരം. ഈയൊരു ദിനത്തിൽ നമ്മളിൽ നിന്നും വിട്ടുപോയിട്ടുള്ള PN പണിക്കർ എഴുത്തിലൂടെയും വായനയിലൂടെയും സമൂഹത്തിന് പിന്തുണ നൽകിയിട്ടുള്ള, പ്രത്യേകിച്ചും ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾക്ക് ആവിർഭാവം കുറിച്ചിട്ടുള്ള, കേരളത്തിലെ വായനയ്ക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയിട്ടുള്ള വ്യക്തിയുടെ ഓർമ്മയാണ്. സ്വന്തം വായന മാത്രമല്ല, മറ്റുള്ളവരെ വായനയ്ക്ക് പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് PN പണിക്കറെ സംബന്ധിച്ചിടത്തോളം മലയാളികൾക്ക് ഏറെ ശ്രദ്ധ ലഭിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുവാനുള്ള, സ്മരിക്കുവാനുള്ള ഏറ്റവും കൂടുതൽ അർഹത അദ്ദേഹം ചെയ്തിട്ടുള്ളത്. മറ്റുള്ളവരെ വായിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ജൂൺ 19 പ്രാധാന്യമായി ഞാനും കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്നേഹ സന്തോഷങ്ങൾ ഈ ഒരു വായനാ ദിനത്തിൽ ഒരിക്കൽ കൂടി നേരുകയാണ്. മനുഷ്യൻ മാത്രം പഠിച്ചതുകൊണ്ട് മനുഷ്യനാവുകയില്ല. മനുഷ്യനെ തിരിച്ചറിഞ്ഞ് മാനവികതയിലേക്ക് നയിക്കുവാൻ നമ്മുടെ വായന പ്രേരണ ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നാം കൃത്യമായ ഒരു മനുഷ്യനായി ഉയർന്നു വരിക. അപ്പോൾ മരിക്കുമ്പോൾ മാത്രം അല്ല മനുഷ്യർ മരിക്കുന്നത്, ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യർ മരിക്കുന്നു. അധാർമികത, അതുപോലെ തന്നെ തിന്മ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഓരോ മനുഷ്യനും മരിക്കുകയാണ്. മനുഷ്യൻ അപ്പോൾ മരിക്കാതെ മരിക്കുന്നു. അപ്പോൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പൂർണ്ണനായിത്തീരുന്നത് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ വായനയാണ്. വായന ആനന്ദമാണ്, ആനന്ദത്തിനു വേണ്ടിയുള്ള ഒരു കർമ്മമാണ്. വായനയിലൂടെ മാത്രമാണ് ഒരു മനുഷ്യൻ പൂർണ്ണമാകും. നാം ജനിച്ചു വീണതു മുതൽ നമുക്ക് കൃത്യമായി വായന ലഭ്യമല്ലെങ്കിൽ നാമും മറ്റ് ജീവജാലങ്ങളുമായി ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. ഞാൻ ഈ ഒരു ലഘു പ്രഭാഷണത്തിലൂടെ എൻ്റെ ലക്ഷ്യം ഒരു ലോക പൗരനായി സാർവലൗകിക സാഹോദര്യ ബന്ധമുള്ള ഒരു പൗരനായി ഉയർത്തിക്കൊണ്ടുവരുവാൻ നമ്മെ സഹായിക്കുന്ന ചില കൃതികളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. വായനയെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ആനുകാലിക വായനയും അതേപോലെ തന്നെ നമ്മുടെ ആനന്ദത്തിനു വേണ്ടിയുള്ള വായനയും. ചിലപ്പോൾ ആനന്ദത്തിനുള്ള വായന അത് പഠനത്തിൻ്റെ ഭാഗമായും പാഠപുസ്തകമായും നാം സ്വീകരിക്കാറുണ്ട്. ആനുകാലിക വായന എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ വാർത്തകളിലൊക്കെ തന്നെ പത്ര വായനയെക്കുറിച്ച് നാം കൂടുതൽ ജാഗ്രത ഉണ്ടാവേണ്ടതുണ്ട്. സമകാലിക ബോധമില്ലാത്ത, തൻ്റെ സ്വന്തം ഇടത്തിൽ നിന്നുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാതെ പോയാൽ സമൂഹത്തോടൊപ്പം ജീവിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മളൊരു ഇരുട്ടകത്ത് ജീവിക്കുന്നതിന് തുല്യമായിരിക്കും പത്രം അല്ലെങ്കിൽ ആനുകാലിക വായന നമ്മൾ നടത്തിയിട്ടില്ലെങ്കിൽ. അതിലാണ് മനുഷ്യൻ ഓരോ കാലത്തെയും തീരുമാനങ്ങളും സദ്ഗുണങ്ങളും ആവാഹിച്ചെടുക്കുന്നത്. കാലത്തോടൊപ്പം വായിക്കുന്ന സമകാലിക വായന നമുക്ക് അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ ജീവിതത്തെ ആനന്ദമാക്കുന്നതിനുള്ള വായനയും നാം സ്വീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് പ്രശസ്തമായിട്ടുള്ള, ലോകപ്രശസ്തമായിട്ടുള്ള കുറച്ച് കൃതികൾ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മലയാളത്തിൽ അനവധി ഗ്രന്ഥങ്ങളും, മലയാളത്തോളം സമ്പുഷ്ടമായിട്ടുള്ള അനവധി ഗ്രന്ഥങ്ങളും നാം ഒട്ടനവധി സമയങ്ങളിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടാവും. പക്ഷേ ലോക വായനയിലേക്ക് നമ്മെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ഒരു നല്ല സാഹോദര്യപരമായിട്ടുള്ള, ഒരു ബഹുസ്വര പ്രാധാന്യമുള്ള,
മതേതര സ്വഭാവമുള്ള ഒരു വ്യക്തിത്വമായി നാം ഉയർന്നു വരും. അതൊക്കെ തന്നെയാണ് നമ്മുടെ നെഹ്റുവിൻ്റെയും ഗാന്ധിജിയുടെയും അല്ലാമ ഇക്ബാലിൻ്റെയും ഒക്കെ തന്നെ പാരമ്പര്യപരമായിട്ടുള്ള വളർച്ചയുടെ പിന്നാമ്പുറങ്ങളിലുള്ള രഹസ്യങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഞാനിവിടെ പ്രശസ്തമായിട്ടുള്ള ഇന്ത്യയുടെ പാരമ്പര്യപരമായിട്ടുള്ള മഹാഭാരതത്തെക്കുറിച്ച് നമ്മൾ ഈ ജൂൺ 19 വായനാ ദിനം ആഘോഷിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചും ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് വായനയെ നമുക്ക് സമ്പുഷ്ടമാക്കാൻ കഴിയണം. അതിൽ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് മഹാഭാരതം. നമ്മുടെ വേദവ്യാസൻ, പരമഹർഷിയുടെ മകൻ വേദവ്യാസൻ രചിച്ചിട്ടുള്ള മഹാഭാരതം നമ്മുടെ ആർഷ പാരമ്പര്യത്തെ അഭിവൃദ്ധിപ്പെടുത്തുകയും ആനന്ദപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മളുടെ വായനയ്ക്ക് ഒരു ഇടം ആ ഒരു പുസ്തകത്തിൽ നൽകേണ്ടതുണ്ട്. അതേപോലെ തന്നെയാണ് രാമായണം. ആദർശവാനായിട്ടുള്ള രാമൻ്റെ കഥ. ആ രാമായണത്തിലേക്കൂടെ നമ്മുടെ സാംസ്കാരിക സമ്പുഷ്ടതയെ കാണിക്കുന്നു. വളരെ ലളിതമായ ജീവിതത്തിലൂടെ അല്ലെങ്കിൽ സാംസ്കാരിക തനിമയോടുകൂടി ഇതിഹാസ താരമായി മാറിയിട്ടുള്ള രാമൻ്റെ കഥ. ആ ഒരു വായന നമ്മൾ ഈ ജീവിതത്തിൽ നടത്തിയിട്ടില്ലെങ്കിൽ നാം ഒരിക്കലും പൂർണ്ണമായ ഒരു മനുഷ്യനായി തീരില്ല. അതേപോലെ മറ്റൊരു കൃതിയാണ് ഇലിയഡിന് യൂറോപ്യൻ സാഹിത്യത്തിലെ ഏറ്റവും പ്രാചീന കൃതി എന്നറിയപ്പെടുന്ന അന്ധകവിയായി അല്ലെങ്കിൽ കാഴ്ച ഇല്ലാത്ത ഒരു കവിയായിട്ടുള്ള ഹോമർ എഴുതിയിട്ടുള്ള അദ്ദേഹം എഴുതിയ മറ്റൊരു കൃതിയാണ് ഒഡീസി. ഇതൊക്കെ നമ്മുടെ വായനയിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമാണ് നമ്മളൊരു പൂർണ്ണ മനുഷ്യനായി മാറും. മറ്റൊരു കൃതിയാണ് ഖുർആനും ബൈബിളും. നമ്മളെ പരസ്പരം അറിയാവുന്ന ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ വ്യത്യസ്ത ആദർശങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് മനസ്സ് വേണം. അങ്ങനെ ആദർശങ്ങൾ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് നമ്മളൊരു ബഹുസ്വര മതേതര സാഹോദര്യ ജീവിയായി മനുഷ്യൻ മാറുകയുള്ളൂ. 23 വർഷം കൊണ്ട് പ്രവാചകൻ മുഹമ്മദ് നബി ദൈവം വെളിപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ പ്രഥമ വാക്ക് തന്നെ ഇഖ്റ, വായനയെ ഉദ്ഘോഷിച്ചുകൊണ്ട് വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൃതിയായി ലോകത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. അതേപോലെ തന്നെ മറ്റൊരു ബൈബിൾ, ക്രിസ്തുമത വിശ്വാസികളുടെ ഗ്രന്ഥം അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് വേണ്ടി സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം നൽകുന്ന കൃതി. ഇതൊക്കെ നമ്മൾ പരിചയപ്പെടുമ്പോൾ മാത്രമാണ് ഒരു പൂർണ്ണ മനുഷ്യനായി മാറും. പിന്നെ വായനയുടെ ഏറ്റവും ആനന്ദകരമായ റീഡിങ് ഫോർ പ്ലഷർ നോട്ട് അഡ്വൈസ്, ഒരു ഉപദേശത്തോടു കൂടി വായിക്കേണ്ടതല്ല പുസ്തകങ്ങൾ, എന്നാലും ആനന്ദത്തിലേക്ക് നയിക്കുന്ന ഈസോപ്പ് കഥകൾ ഏറ്റവും പ്രശസ്തമായ സാരോപദേശ കഥകളായി ജന്തുക്കൾ കഥാപാത്രമായി വരുന്ന അനവധി ആമയും മുയലുമൊക്കെ നമുക്ക് ഏറെ പരിചയമുള്ള കഥയാണ്. ആ ഒരു കഥയുടെ ഏറ്റവും ശേഖരമാണ് ഈസോപ്പ് കഥകൾ. അതേപോലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അനലക്ട്സ് ഓഫ് കൺഫ്യൂഷ്യസ്, ഏതാനും ധാരാളം കേൾക്കുക, ധാരാളം കാണുക, അതിൽ നിന്നും നന്മ മാത്രം സ്വീകരിക്കുക എന്ന മുദ്രാവാക്യവുമായി വന്നിട്ടുള്ള അനലക്ട്സ് ഓഫ് കൺഫ്യൂഷ്യസ് എന്ന കൺഫ്യൂഷ്യസ് കൃതി. അദ്ദേഹം ഏറ്റവും കൂടുതൽ തത്വശാസ്ത്രജ്ഞനും ആയി മാറിയിട്ടുള്ള അദ്ദേഹം വളരെ സമ്പുഷ്ടമായ ഒരു ദർശനങ്ങളാണ് ഈ ഒരു കൃതിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതേപോലെ പാരലൽ ലൈഫ്, സമാന്തര ജീവിതം എന്നുള്ള പ്ലൂട്ടാർക്കിൻ്റെ ജീവശാസ്ത്ര കൃതി. അദ്ദേഹം അലക്സാണ്ടർ, ജൂലിയസ് സീസർ, ക്ലിയോപാട്ര ഇവരുടെ ജീവിതം പോലും ഈ ഒരു കൃതികളിലേക്ക്, സമാന്തര ജീവിതങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ മറ്റൊരു കൃതിയാണ് ഗഞ്ചിയുടെ കഥ. ഇതൊക്കെ നമുക്ക് ലോകത്തിൽ കിട്ടുന്ന ഏറ്റവും അമൂല്യമായ ഗ്രന്ഥങ്ങളാണ്. ലോകത്തിലെ ആദ്യ നോവൽ എന്നറിയപ്പെടുന്ന ജപ്പാനീസ് എഴുത്തുകാരനായിട്ടുള്ള ഗഞ്ചി മോണോഗാത്രി എഴുതിയിട്ടുള്ള ആ ഒരു കൃതി. മുറാസാക്കി ഷിക്കുബു എന്ന രാജകുമാരിയുടെ കഥ. സൽസ്വഭാവി ഹിക്കാര ഗഞ്ചി അവരോട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന 400ഓളം കഥാപാത്രങ്ങളുള്ള അമൂല്യമായ കൃതിയാണ് ഗഞ്ചിയുടെ കഥ. 11ാം നൂറ്റാണ്ടിൽ സ്ത്രീ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ഒരു അവസരത്തിൽ പോലും ഗഞ്ചി തൻ്റെ സ്ത്രീ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഗഞ്ചിയുടെ കഥ ഒരിക്കലും വായിക്കാതിരിക്കരുത്. നമ്മൾ വായനയുടെ ഒരിടത്തിൽ ആ ഒരു കഥ നമ്മൾ അതേപോലെ തന്നെയാണ് മാർക്കോ പോളോയുടെ സഞ്ചാരപഥങ്ങൾ എന്നുള്ള പുസ്തകം.
ഗ്രന്ഥകാരനായ വെനീസുകാരനായ ആ സഞ്ചാരി ഏറ്റവും കൂടുതൽ ചൈനയെയും കേരളത്തെയും കൂടുതൽ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന 17-ാം വയസ്സിൽ എഴുത്ത് ആരംഭിച്ചിട്ടുള്ള 25 വർഷത്തോളം യാത്ര ചെയ്തിട്ടുള്ള അമൂല്യമായ അനുഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കൃതിയാണ് മാർക്കോ പോളോയുടെ ദ ബുക്ക് ഓഫ് മാർവൽസ് എന്നറിയപ്പെടുന്ന ദ ട്രാവൽസ് ഓഫ് മാർക്കോ പോളോ എന്ന കൃതി നമ്മൾ നിർബന്ധമായും വായിക്കേണ്ട അനുഭവങ്ങൾ. യാത്രയോടൊപ്പം നാം ജീവിതത്തിൽ അനവധി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അനുഭവങ്ങൾ കഥകളാക്കി, ആ അനുഭവങ്ങൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് എഴുതിയിട്ടുള്ള മാർക്കോ പോളോയുടെ സഞ്ചാരപഥങ്ങൾ എന്ന കഥ നമ്മൾ എന്തായാലും വായിച്ചിരിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഡിവൈൻ കോമഡി, ദാന്തെയുടെ 14-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയെ വിറപ്പിച്ചിട്ടുള്ള കൃതിയാണ് ഡിവൈൻ കോമഡി. ലദീവിന കൊമേദിയ എന്നും ഈ ഒരു ഗ്രന്ഥത്തിന് പേരുണ്ട്. ലാറ്റിൻ ഭാഷയിൽ അങ്ങനെയാണ് ഈ കൃതി. 14,233 വരികൾ. അതുപോലെ അഹങ്കാരം, ക്രോധം, ആലസ്യം, ലോഭം, വിശപ്പ്, ക്ഷാമം എന്നീ വികാരങ്ങളെ നമ്മെ സ്വാന്തനപ്പെടുത്തുകയും അതുപോലെ തന്നെ ബാലൻസ് ചെയ്യപ്പെടുവാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് അത്. അതുപോലെ നമ്മുടെ ഗുഡൻബർഗിൻ്റെ ബൈബിൾ ഏറ്റവും കൂടുതൽ ഈ ഗുഡൻബർഗിൽ 1440 എഴുതിയിട്ടുള്ള, ലാറ്റിനിൽ എഴുതിയിട്ടുള്ള അദ്ദേഹം തന്നെയാണ് അച്ചടി മാധ്യമങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുകയും അത് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തിട്ടുള്ള ഒരു സ്വപ്നലോകത്തിൻ്റെ കൃതിയാണ് ഉട്ടോപ്പിയ. ഗ്രീക്കിൽ അതിനെ പറയുന്നത് ഇല്ലാത്തത്, ഒരിടത്തും ഇല്ലാത്തത് എന്ന അർത്ഥത്തിലുള്ള ഉട്ടോപ്പിയ എന്നുള്ള കൃതി. ലത്തീൻ ഭാഷയിൽ എഴുതിയിട്ടുള്ള പ്ലേറ്റോയുടെ റിപ്പബ്ലിക്, അതുപോലെ തോമസ് മൂറിൻ്റെ ഉട്ടോപ്പിയ, ഇത് രണ്ടും ലോകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കൃതിയാണ്. എല്ലാവിധ സുഖങ്ങളും അനുഭവിക്കാനുള്ള, എല്ലാ പൊതു നന്മക്കായിരുന്നു ഉട്ടോപ്പിയ എന്നുള്ള ഒരു സ്വപ്നലോകം അദ്ദേഹം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ജനസംഖ്യയെപ്പറ്റി, കൃഷിയെപ്പറ്റി, അതുപോലെ തന്നെ കൈത്തൊഴിലുകളെപ്പറ്റി അതിൽ പറയപ്പെടുന്നു. ആ ഒരു രാജ്യത്ത് 6 മണിക്കൂർ അധ്വാനിക്കാതെ ജീവിക്കാൻ ആരെയും അനുവദിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു സ്വർഗത്തോട് അടുക്കുന്ന, അല്ലെങ്കിൽ സ്വർഗ സാഫല്യം നേരിടുന്ന ഒരു രാജ്യത്തെക്കുറിച്ചുള്ള സ്വപ്നമായിരുന്നു ഉട്ടോപ്പിയ എന്ന കൃതി. അപ്പോൾ തോമസ് മൂർ ആ ഉട്ടോപ്പിയയിലൂടെ നമ്മുടെ മുന്നിൽ വരച്ചിൽപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാത്തൊരു ലോക സൃഷ്ടിക്കാണ്. മറ്റൊരു കൃതി ഡോൺ കിക്സോട്ട്, ജീവിതത്തിൻ്റെ ദയനീയതയിലേക്ക്, അതുപോലെ തന്നെ ഗദ്യത്തിലെ മഹാകാവ്യം എന്നറിയപ്പെടുന്ന ഒരു കൃതിയാണ് നമ്മുടെ ഡോൺ കിക്സോട്ട് എന്ന കൃതി. വരണ്ടു മുരടിച്ച യൂറോപ്യൻ സാഹിത്യത്തിലെ പുതുമഴ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കൃതി നമ്മൾ വായിച്ചേ മതിയാവും. അതേപോലെ റോമിയോ ആൻഡ് ജൂലിയറ്റ്, ഷേക്സ്പിയറിൻ്റെ അതുപോലെ കുടിപ്പക വെച്ച് പുലർത്തുന്ന 2 കുടുംബങ്ങളുടെ പ്രണയത്തിലാവുന്ന കഥയാണ് റോമിയോ ആൻഡ് ജൂലിയറ്റ്. മരണം അഭിനയിക്കുന്ന ജൂലിയറ്റിനെ കാണാതെ വ്യസനം പൂണ്ട് ജൂലിയറ്റ് മരണം അഭിനയിക്കുന്നത് കേട്ടറിഞ്ഞ് മരിച്ചുപോയി എന്ന യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വന്ന റോമിയോ വീണ്ടും ആത്മഹത്യ ചെയ്യുകയാണ്. ആ ഒരു ജൂലിയറ്റിൻ്റെ മരണം അഭിനയിച്ച കഥ ഈ റോമിയോ അറിയാതെ പോവുകയും ജൂലിയറ്റിന് വേണ്ടി റോമിയോ ആത്മഹത്യ ചെയ്യുന്ന ഒരു കഥയാണ് റോമിയോ ആൻഡ് ജൂലിയറ്റ്. ആ ഒരു കഥ വായിക്കാതെ നമ്മുടെ ആനന്ദകരമായ ജീവിതത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയില്ല. അതേപോലെ മറ്റൊന്നാണ് ട്രിറ്റീസ് ഓൺ പെയിൻറ്റിങ്. ഗണിതമറിയാത്തവർ എൻ്റെ പുസ്തകം വായിക്കരുത് എന്ന് ലിയോനാർഡോ ഡാവിഞ്ചി ആമുഖത്തോടെ പറഞ്ഞു തുടങ്ങുന്ന ഒരു കൃതിയാണ് ട്രിറ്റീസ് ഓൺ പെയിൻറ്റിങ്. ഇതും നമ്മൾ വായനയിൽ ഏറ്റവും കൂടുതൽ, അതുപോലെ 100 വർഷം